ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ഞങ്ങൾ തിരക്കിട്ടൊരു പരിപാടിയിലാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളൊരു ബിരിയാണി വിൽക്കാൻ പോവാണ്. എനിക്ക് എന്താണെന്നറിയത്തില്ല, മല്ലിയിലോട് വലിയ താല്പര്യമില്ല. എനിക്ക് അതിൻ്റെ ചുവ തീരെ പിടിക്കത്തില്ല കേട്ടോ. പണ്ട് മുതലേ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മല്ലിയിൽ ഇടല്ലേന്ന് ഞാൻ വിളിച്ചു പറയുന്നത്. ബാക്കി എല്ലാവരും മല്ലിയിൽ കൂട്ടും, ഞാൻ മാത്രം കഴിക്കൂല. എന്നെപ്പോലെ മല്ലിയിൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ മാസ്റ്റർ ഷെഫിന്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയാണ് ഇന്നത്തെ ബിരിയാണി പരിപാടി. പിന്നെ ഞങ്ങളെല്ലാം കയ്യാളാണ്, എല്ലാം അരിഞ്ഞും പെറുക്കിയും ഒക്കെ സഹായിച്ചു കൊടുക്കും. അങ്ങനെ ഈ ബിരിയാണിയിൽ ഇടാനുള്ള കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഉള്ളിയും എല്ലാം വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഇതിലെല്ലാം വറുത്ത് കോരിയ കശുവണ്ടിയും മുന്തിരിയൊക്കെ പെറുക്കി തിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പണ്ടൊക്കെ ഇതുപോലെ പായസത്തിലിടാനും ബിരിയാണിയിലിടാനുള്ള കശുവണ്ടി ഇതൊക്കെ പെറുക്കി തിന്ന് അമ്മയുടെ അതിന് ഇഷ്ടം പോലെ അടി മേടിച്ചിട്ടുണ്ട് ഞാനും ചേച്ചിയൊക്കെ. എന്നാൽ ഇപ്പോഴും ആ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ വറുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കോരി ഞാൻ തിന്നും. ഞാൻ സ്വന്തമായിട്ട് വറുത്താലും തിന്നും, ബാക്കി ആരെങ്കിലും വറുക്കുന്ന കണ്ടാലും ഞാൻ തിന്നും. അങ്ങനെ എടുത്തു നിന്നാലൊരു ശുഷ്കാന്തി ഒന്ന് എടുത്തു നിന്നപ്പോൾ ചേച്ചി എന്നെ അടിച്ചോടിച്ചു കേട്ടോ. ഇവള് തീരെ ശരിയല്ല. അങ്ങനെ അവിടെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഞാൻ കിച്ചോണിന് അരി കളിക്കും. എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പണി ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അത് പൊതുവെ എല്ലാ പെൺമക്കളും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മേനെയും ചേച്ചീനെയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു വക കഴിയൂല. പിന്നെ എല്ലാം അവര് വെച്ച് തരണം. അവര് വെച്ചത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ബിരിയാണിയുടെ എല്ലാം മിൻ്റലയൊക്കെ പറിച്ചോണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ പറിച്ചോണ്ട് വന്നപ്പോഴേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി എടുത്ത് തിന്നോണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടോ? എല്ലാവരും കൂടി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കേട്ടോ, ഞങ്ങൾ 3 പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ 3 പേരും അടുക്കളയിൽ നിന്ന് കുശലവും കുറ്റവും കുന്നായ്മയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ സമയം പോകുന്നതും അറിയത്തില്ല, പണി തീരുന്നതും അറിയത്തില്ല. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. തന്നെ നിന്ന് പണി ചെയ്യുമ്പോൾ ആ സുഖം കിട്ടും. അങ്ങനെ അരിയിലും പെറുക്കലും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടച്ചില കേട്ടത്തൊന്നും ഞാനാ കുക്ക് ചെയ്യുന്നത് അല്ല കേട്ടോ, എൻ്റെ ചേച്ചിയാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് കുക്ക് ചെയ്യുന്നത് കാണാം. ചേച്ചി അങ്ങനെ അവിടെ ബിരിയാണിയുടെ ബാക്കി പരിപാടികൾ വെച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ചിക്കൻ കഴുകാൻ വേണ്ടി ഇറങ്ങി. ഞാൻ നോക്കിയപ്പോൾ പാവം ചിക്കൻ കവറിൽ തന്നെ ഇരിക്കുകയാണ്. ചിക്കൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബിരിയാണി റെഡിയാകത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടുത്തെ ചിക്കൻ കഴുകാണ്. അങ്ങനെ ഈ ചിക്കനെയൊക്കെ എടുത്ത് നല്ലപോലെ ഉരച്ച് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേക്ക് ചേച്ചി അവിടുത്തെ മസാലക്കൂട്ടുകളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ഒത്തുപിടിച്ചാൽ മലയും പോകും, ഒത്തില്ലെങ്കിൽ മലന്നു വീഴുന്നില്ലേ. അതുകൊണ്ട് ഒത്തുപിടിച്ചേക്കാൻ ഓർത്തു. ഒരാൾ മാത്രം കിടന്ന് പണിയുന്നത് മോശമല്ലേ. ഒരാൾ മാത്രമല്ല, ബാക്കി എല്ലാവരും പണിയുന്നുണ്ട്, ഞാൻ മാത്രം ഇവിടെ നിൽക്കുന്നത് മോശമല്ലേ. എനിക്ക് പണി ചെയ്യാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ ഈ ചെറുക്കൻ എൻ്റെ ഒക്കത്തൊന്നും ഇറങ്ങൂല. അതാണൊരു പ്രശ്നം. പിന്നെ ഞാൻ അവനെ മമ്മിയുടെ നൈസായിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ മസാലകളൊക്കെ ഇട്ട് നമ്മുടെ മസാലക്കൂട്ടൊക്കെ ചേച്ചി മൂപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ നല്ല ചിക്കനെയൊക്കെ നല്ല കഴുകി. എന്നിട്ട് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, കാലെനിക്ക് വേണേന്ന്. ശവത്തി കുത്തരെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഈ പിച്ചി പറിക്കുന്നത് ചിക്കനെ നോവിക്കാൻ വേണ്ടിയില്ല കേട്ടോ. നമ്മൾ ഈ തടി വെച്ച് വെട്ടുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കഷ്ണവും പിന്നെ പൊടിയും കറണ്ടിയും ഒക്കെ കാണൂല്ലേ ഇവർ ഈ തടിയിലൊക്കെ വെച്ച് വെട്ടുമ്പം, അതെല്ലാം ഞുള്ളിപ്പെറുക്കി കളയട്ടോ. അതൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ മസാലകളൊക്കെ ഏകദേശമൊക്കെ റെഡിയായി. ഇനി ബാക്കി നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. മണിക്കൂറുകൾ നീണ്ട് കഴുകിച്ച് കൊടുക്കൽ ഞാൻ ചിക്കനെയൊക്കെ കഴുകി വെളുപ്പിച്ച് നല്ല സുന്ദര കുട്ടന്മാരൊക്കെ എടുത്തിട്ടുണ്ട്. കൊന്നാപ്പാവൻ തിന്നാ തീരുമെന്നാണല്ലോ, അങ്ങനെ നമുക്ക് തിന്ന് തീർക്കാം. അങ്ങനെ ചേച്ചി അപ്പോഴത്തേക്ക് അവിടുത്തെ ബിരിയാണിയുടെ ബാക്കി പരിപാടികളൊക്കെ നോക്കി. അങ്ങനെ ഞാനിനി ചിക്കൻ
ചട്ടിയിലോട്ട് ഇടുന്ന ചടങ്ങിലാണ്. എനിക്കിങ്ങനെ പെറുക്കിയിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ കഴുകി കൊടുത്ത് അതൊക്കെ പാത്രത്തിലിട്ട് കൊടുത്ത് ഞാൻ പയ്യെ സൈഡിലോട്ട് ഒതുങ്ങി. ഇനി ബാക്കി പരിപാടി ചേച്ചി ചെയ്യും. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കാൻ പാടില്ലോ, അതുകൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ കുക്ക് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വർത്താനം പറയാൻ ഇറങ്ങും. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ആയി പോകുന്നതുകൊണ്ട് തീരെ ബോറടിയില്ല. കിച്ചൂട്ട് നോക്കാം കേട്ടോ, ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്താണ് ഈ പറഞ്ഞുകൊണ്ട് ഇതിന് മാത്രം കിടന്നുകൊണ്ട് ചിരിക്കുന്നതെന്നുള്ള നോട്ടമാണത്. അങ്ങനെ ഇതാ കുറേ നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നോണ്ടിരിക്കണ അതെ ആവി പറക്കും. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമായി കേട്ടോ. ഇനി ഇത് പ്ലേറ്റിലോട്ട് കിട്ടുവാണെങ്കിൽ അങ്ങ് കാര്യമായിട്ടിരുന്ന് തട്ടാന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. അപ്പൊ ചേച്ചി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല മോളെ, പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും പണി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയും കുറേ നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് സാരമില്ല, പയ്യെ തിന്നാ പനയും തിന്നാന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കാത്തിരുന്ന് ദേ ഒടുക്കന്തേ പ്ലേറ്റിലോട്ട് ബിരിയാണി വിളമ്പുകയാണ് ഗൈസ്. ഇനി നമുക്ക് കഴിക്കാം. അങ്ങനെ ദേ എല്ലാവരും കഴിക്കാൻ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഫുഡിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ ബിരിയാണി വിശേഷങ്ങളൊക്കെ ഇതാണ് ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. പിന്നെ ബിരിയാണി സൂപ്പർ ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു ചേച്ചിക്കുട്ടി.